എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ ഇന്ന് നടന്ന ക്രിസ്തുമസ് പരീക്ഷയുടെ ആൻസർ കീയാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് ശരിയായ ജോഡി കണ്ടെത്തി എഴുതാനാണ്. ശരിയായ ഉത്തരം കോഴിയും കിഴവിയും, കാരൂർ നീലകണ്ഠപിള്ള. രണ്ടാമത്തെ ചോദ്യം ശരിയായി വിഗ്രഹിച്ചെഴുതിയ പദം കണ്ടെത്താനാണ്. ഉത്തരം നാക്കിലകൾ, നാക്ക് പോലുള്ള ഇലകൾ. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നിരിക്കുന്ന വരികളിലെ ആശയവുമായി യോജിക്കാത്തത് ഏത് എന്നാണ്. ഉത്തരം തുമ്പച്ചെടികൾ ഭയന്ന് വിറച്ചു നിൽക്കുന്നു എന്നതാണ് ഉത്തരം. അടുത്തത് പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. ഈ വാക്യത്തിലെ സൂചന എന്ത്? ഉത്തരം പത്രവാർത്തകൾക്ക് വിശ്വാസ്യത കുറവാണ് എന്നാണ്. അടുത്ത ചോദ്യം അതേ മൗനിയായിരുന്നെങ്കിലും അല്പഭാഷണം കൊണ്ട് ശ്രോതാക്കൾക്ക് സംശയ നിവൃത്തി വരുത്താൻ അദ്ദേഹം അതിവിദഗ്ധനുമായിരുന്നു. അടിവരയിട്ട പദത്തിന് യോജിച്ച പദം ഏത്? ഇവിടെ അല്പഭാഷണം എന്ന പദമാണ് അടിവരയിട്ടിരിക്കുന്നത്. ശരിയായ ഉത്തരം മിതമായ സംസാരം. അടുത്തത് ശരിയായ ചിഹ്നം ചേർത്ത് വാക്യം പൂർത്തിയാക്കാനാണ്. ഇവിടെ പത്രങ്ങൾ സൂര്യന് ചുവടെയും മേലെയുമുള്ള എല്ലാത്തിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല എന്നതിന് ശേഷം ഒരു കുത്തും കോമയുമുള്ള ചിഹ്നവുമാണ് അവിടെ നൽകേണ്ടത്. അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത്. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കോഴിയും കിഴവും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. കഥാസന്ദർഭവുമായി ബന്ധപ്പെട്ട ഈ വാക്യങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാമെന്നാണ്. ഉത്തരം അവർ കോഴിയെ കറിവെച്ച് കഴിച്ചു. കോഴിയെ കറിവെച്ചത് കൊണ്ടാണ് അത്താഴം വൈകിയത്. അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഈ വാക്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് എന്ത്? രണ്ടെണ്ണം സൂചനകളായി കുറിക്കാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. യോഗശക്തി മോക്ഷത്തിന് വേണ്ടി ഉപയോഗിച്ചു. സ്വന്തം മോക്ഷത്തേക്കാൾ ജനങ്ങളുടെ മോക്ഷത്തിന് പ്രാധാന്യം കൊടുത്തു. അടുത്തതായി 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇവിടെ വരികൾ നൽകിയിട്ടുണ്ട്. വരികളിലെ ദർശനങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. ആരെയും ദ്രോഹിക്കാതെ സൗമ്യതയോടെ ജീവിക്കുക. അനുകമ്പയും ദയയും ഉള്ളവരായാണ് ജീവിക്കേണ്ടത്. പരോപകാരം ചെയ്യുന്നത് പുണ്യമാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് പാപമാണ്. അടുത്തത് ഓണമുറ്റത്ത് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഈ വരികളിലെ വാങ്മയ ചിത്രത്തിൻ്റെ ഭംഗി വിശദമാക്കാനാണ് ചോദ്യം. ദീപക്കുറ്റികൾ നാട്ടുന്ന മുക്കുറ്റിപ്പൂക്കൾ. മഹാബലിയെ സ്വീകരിക്കാൻ മുഹൂർത്തം കാത്തു നിൽക്കുന്നു. കുഴഞ്ഞു മടങ്ങിയ കരവിരലോട് നിൽക്കുന്ന കാഴ്ച. അടുത്ത ചോദ്യം കോഴിയും കിഴവിയും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. സ്വന്തം വീട്ടുകാരെ മത്തായിയുടെ അമ്മ നന്ദികെട്ടവർ എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ ഔചിത്യം പരിശോധിക്കാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. മത്തായി കാണിച്ചത് നന്ദികേടാണ്. കിടപ്പാടം നൽകിയവനെ കേസിൽ കുടുക്കുകയായിരുന്നു മത്തായി. ആരും സ്വീകരിക്കാനില്ലാത്ത സമയത്ത് അഭയം നൽകിയത് മർക്കോസിൻ്റെ വീട്ടുകാരായിരുന്നു. മത്തായിയുടെ അമ്മയ്ക്ക് നന്ദിയും കടപ്പാടും ഉണ്ട്. 12ാമത്തെ ചോദ്യം പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗവും അതോടൊപ്പം തന്നെ ചണ്ടാല ഭിക്ഷുകിയിലെ വരികളും ഇവിടെ നൽകിയിട്ടുണ്ട്. പാഠസന്ദർഭവും കവിതാഭാഗവും പ്രയോജനപ്പെടുത്തി സ്നേഹബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. സ്നേഹബന്ധത്തിൻ്റെ പ്രസക്തിയാണ് 2 വരികളിലും തെളിയുന്നത്. പട്ടിണിയെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞ കോരനും ചിരുതയും. കൂടാതെ ഊഷ്മളമായ സ്നേഹബന്ധം ഏതു പ്രതിസന്ധിയും മറികടക്കാൻ കരുത്ത് നൽകുമെന്ന ചിന്ത. സ്നേഹമാണ് ഏറ്റവും കരുത്തുറ്റ ആയുധമെന്ന ബോധ്യം. അടുത്ത ചോദ്യം പത്രനീതി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. പത്രവാർത്തകളെക്കുറിച്ചുള്ള സുകുമാർ അഴീക്കോടിൻ്റെ അഭിപ്രായം ഇക്കാലത്തെ പത്രമാധ്യമങ്ങളുമായി ബന്ധപ്പെടുത്തി വിലയിരുത്താനാണ് ചോദ്യം. പല പത്രങ്ങൾ വായിച്ചാൽ പോലും സത്യത്തിൻ്റെ അടുത്തെത്താൻ കഴിയില്ല. സത്യസന്ധതയുള്ള വാർത്തകളല്ല ഇന്ന് പത്രങ്ങൾ നൽകുന്നത്. സത്യം കണ്ടുപിടിക്കാൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ വേണ്ടിവരും.
അസത്യത്തെ സത്യമായും സത്യത്തെ അസത്യവുമായാണ് പത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, നന്മകളാൽ സമൃദ്ധമായ നാട്ടിൻപുറമാണ് കാരൂർ കഥകളുടെ തട്ടകം. കോഴിയും കിഴവിയും എന്ന കഥയെ മുൻനിർത്തി പ്രസ്താവനയോട് പ്രതികരിക്കാനാണ് ചോദ്യം. നന്മകളുടെ പ്രകാശനമാണ് കാരൂർ കഥകളുടെ ഇതിവൃത്തം. പരസ്പരം സ്നേഹിച്ചും പകുത്തും പങ്കിട്ടും കഴിയുന്ന നാട്ടിൻപുറത്തിൻ്റെ നന്മകളാണ് കാരൂർ കഥകൾ. മത്തായിക്കും അമ്മയ്ക്കും കുടിലൊരുക്കാൻ സ്ഥലം നൽകിയത്, കൂടാതെ കഥയിലെ കുട്ടികളുടെ സ്നേഹവും കൂട്ടുകെട്ടും. അടുത്തത്, ഗുരുവിൻ്റെ ആശയങ്ങളും പാഠഭാഗവും ആനുകാലിക സംഭവങ്ങളും പരിഗണിച്ച് മാനവമൈത്രി നാടിൻ്റെ നന്മയ്ക്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് ചോദ്യം. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ നല്ലൊരു അഭിസംബോധന വളരെ അത്യാവശ്യമാണ്. കൂടാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന പ്രധാനപ്പെട്ട വാക്കുകളും ജാതിമത ചിന്തകൾക്കപ്പുറത്തുള്ള സ്നേഹവും ഐക്യവും മനുഷ്യൻ എന്ന ഒറ്റ ജാതിയെക്കുറിച്ച് പ്രബോധനം നടത്തി മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ തർക്കിക്കുന്ന ഇന്നത്തെ മനുഷ്യർ ഗുരുദർശനങ്ങളുടെ സമകാലിക പ്രസക്തി, മാനവിക മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന ബോധ്യവും കൂടി ചേർത്താണ് പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. അടുത്ത ചോദ്യം, കോഴിയും കിഴവിയും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. തന്നിരിക്കുന്ന സൂചനകളും കഥയും വിശകലനം ചെയ്ത് മർക്കോസ്, മത്തായി എന്നിവരുടെ സ്വഭാവ സവിശേഷതകൾ താരതമ്യം ചെയ്യാനാണ് ചോദ്യം. മത്തായിയെപ്പറ്റി പറയുകയാണെങ്കിൽ, പണമുണ്ടെന്ന അഹങ്കാരം മത്തായിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന മനോഭാവമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. തൻ്റെ സഹായം കൊണ്ടാണ് മർക്കോസ് ജീവിക്കുന്നതെന്ന ചിന്ത അയാളിലെന്നും ഉണ്ടായിരുന്നു. ഇനി മർക്കോസിനെ പറ്റി പറയുകയാണെങ്കിൽ, തൻ്റെ അച്ഛൻ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് മത്തായി രക്ഷപ്പെട്ടതെന്ന വീമ്പ് പറച്ചിൽ, കുടുംബമഹിമയിലുള്ള അഭിമാനം, മത്തായി പിടിക്കുന്ന പക്ഷത്തിന് എതിര് പ്രവർത്തിക്കുക, പരസ്പരം ദ്രോഹം ചെയ്യുക. അടുത്ത ചോദ്യം, സുകുമാർ അഴീക്കോടിൻ്റെ വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. സുകുമാർ അഴീക്കോടിൻ്റെ നിരീക്ഷണങ്ങളും പ്രസ്താവനയും വിലയിരുത്തി പത്രധർമ്മവും സമൂഹവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് ചോദ്യം. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വിഷയമായ പത്രധർമ്മവും സമൂഹവും എന്ന് തന്നെ തലക്കെട്ടായി നൽകാവുന്നതാണ്. കൂടാതെ ഉപന്യാസത്തിൽ സത്യം, ധർമ്മം, നീതി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പത്രങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന ബോധ്യം, സത്യസന്ധതയുള്ള വാർത്തകളാണ് പത്രങ്ങൾ നൽകേണ്ടത് എന്ന കാര്യവും, ഇരകൾക്കും ആക്രമിക്കപ്പെടുന്നവർക്കും വേണ്ടി നിലകൊള്ളണം എന്ന ബോധ്യം, ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളണം, നാടിൻ്റെ പുരോഗതിക്കുള്ള ചാലകശക്തികളായി പത്രം മാറേണ്ടതുണ്ട് എന്ന ചിന്ത, വാർത്തകൾ വളച്ചൊടിച്ച് നൽകുന്നത് അരാജകത്വത്തിന് വഴിവെക്കും എന്നുള്ള ബോധ്യവും പത്രങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.